അർജുൻ്റെ സിനിമ ബ്ലാസ്റ്റ്, ആ പടം നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഈ നല്ലൊരു സിനിമ നിങ്ങൾക്ക് മിസ്സാവും. നിങ്ങൾ ഒരു കാരണവശാലും ഈ സിനിമ നിങ്ങൾ മിസ് ചെയ്യരുത്. ഗംഭീര സിനിമയാണ്. ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും ഇത്രയും ഒരു ക്രാഫ്റ്റുള്ള, ഇത്രയും നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു പടം അടുത്തൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ പടം കാണാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തിയേറ്ററിലും കളിക്കുന്നതൊക്കെ ദൃശ്യവും കാട്ടാളൻ കളിക്കുന്നു. പക്ഷേ ഈ പടം നല്ലതാണെന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള റിവ്യൂ കണ്ടപ്പോൾ മനസ്സിലായി ഈ പടം ഗംഭീര പടമാണെന്നുള്ളത്. അപ്പോൾ ഈ പടം കളിക്കാനായിട്ട് തിയേറ്റർ ഇല്ല. ഇപ്പോൾ തിയേറ്ററുകാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അർജുൻ പടമല്ലേ, ഒരു സാധാരണ പടം, അതിനെല്ലാവരും ചവിട്ടി. ഇപ്പോൾ എന്തുണ്ടായി, ഈ പടം കളിക്കുന്നിടത്തൊക്കെ ഹൗസ്ഫുള്ളാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കിട്ടാനില്ല. തിയേറ്ററിൽ എന്നാലും ടിക്കറ്റ് കിട്ടാനില്ല. ഇപ്പോൾ കുറച്ച് തിയേറ്ററിൽ കളിക്കാൻ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ 1 ഷോ 2 ഷോ ഒക്കെ അതിന് കളിക്കുന്നത്. ഇപ്പോൾ നാളെ മുതൽ എല്ലാ തിയേറ്ററിലും 3 ഷോ 4 ഷോ 5 ഷോ ആക്കി. അതുപോലെ തന്നെ ദൃശ്യം കുറേ തിയേറ്ററിൽ നിന്ന് മാറ്റി ഈ ബ്ലാസ്റ്റ് കളിക്കാൻ പോകണം. എന്താണ്, ഒരു കാരണവശാലും നമുക്ക് സൂര്യനെ കൈകൊണ്ട് മറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല സിനിമേനെ ഒരു കാരണവശാലും തിയേറ്ററുകാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് എടുത്ത് കളിച്ചേ പറ്റൂ. അത്ര മനോഹരമായുള്ള പടം. അർജുനൊക്കെ ഇത് രസമായിട്ട് അഭിനയിച്ചോന്നറിയാം. അതുപോലെ തന്നെ ഈ പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യയായിട്ട് നമ്മുടെ അഭിരാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തടിയൊക്കെ കുറച്ച് എന്ന് സിനിമാ ലോകത്ത് വന്നോ ആ ഒരു ഫീലിങ്സ് നമ്മൾക്ക് കിട്ടുന്നത്. തടിയൊക്കെ കുറച്ച് നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താ പറയുക, ഞാൻ ഒന്നും പറയില്ല. ഇതിൻ്റെ റിവ്യൂ നമ്മൾ പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പോയി തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ദൃശ്യം പോലെയുള്ള ഒരു സിനിമ നിങ്ങൾ കാണാണ്ടിരിക്കുക. ഇനിയെങ്കിലും നിങ്ങൾ കാണാതിരിക്കുക. കാണാത്തവരോട് നിങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ പോയിട്ട് കാണും. ഇൻട്രോയിലൊക്കെ എന്ത് വേഗം പോയെന്നറിയാം. പടം കഴിഞ്ഞപ്പോൾ നമുക്ക് സങ്കടമായി, ഇത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്കൊരു സമാധാനം, നമുക്കിനി നാളെയും പോയി ആ സിനിമ കാണാലോ ഒന്നും കൂടി എന്ന്. ഇനി കാണണം, ഒന്നല്ല ഒരു 5 പ്രാവശ്യം കാണണം. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മളിത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ ഒരു തമിഴ് സിനിമ. അതും അർജുൻ ഇപ്പോൾ വല്ലപ്പോഴേക്കിന് സിനിമ ഇറക്കണത്. എന്നിരുന്നാലും അർജുൻ്റെ ആ ഒരു